ഹലോ, ആർക്ക് വെൽഡിങ്ങിൻ്റെ ഭാഗങ്ങളും വെൽഡിംഗ് ട്രാൻസ്ഫോമറും അതിൻ്റെ ആക്സസറികളെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഈ സെഷൻ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ആർക്ക് വെൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പ്രസ്താവിക്കൽ, വെൽഡിംഗ് ട്രാൻസ്ഫോമറുകളുടെ സവിശേഷതകൾ പ്രസ്താവിക്കൽ, വിവിധ വെൽഡിംഗ് ആക്സസറികൾ ലിസ്റ്റ് ചെയ്യൽ. ഇനി നമുക്ക് ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രക്രിയ മനസ്സിലാക്കാം. ആർക്ക് വെൽഡിംഗ് പ്രക്രിയയിൽ താപത്തിൻ്റെ ഉറവിടം ഇലക്ട്രിസിറ്റിയാണ്, അതായത് ഹൈ ആംപിയർ ലോ വോൾട്ടേജ്. ഊർജ്ജസ്രോതസ്സായ ആർക്ക് വെൽഡിംഗ് മെഷീൻ ആണ് ഈ ചൂട് നൽകുന്നത്. അടിസ്ഥാനപരമായി വെൽഡിംഗ് മെഷീനുകൾക്കുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് ഡയറക്റ്റ് കറണ്ട് അഥവാ DC, ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC. ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്: ആർക്ക് വെൽഡിങ്ങിന് AC അഥവാ DC സപ്ലൈ ചെയ്യാൻ ആർക്ക് വെൽഡിങ്ങിന് അനുയോജ്യമായ പ്രധാന സപ്ലൈ, അതായത് ACയുടെ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ആയും ഹെവി കറണ്ട് AC അഥവാ DC ആയും മാറ്റാൻ കഴിയും. അപ്ലിക്കേഷൻ അനുസരിച്ച് ആർക്ക് വെൽഡിംഗ് സമയത്ത് ആവശ്യമായ കറണ്ട് സപ്ലൈ നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യാൻ. അടുത്തതായി നമുക്ക് പൊളാരിറ്റിയെക്കുറിച്ചും അത് വെൽഡിംഗ് പ്രക്രിയയെ എങ്ങനെ സഹായിക്കുന്നുവെന്നും പഠിക്കാം. പ്രധാനപ്പെട്ട പൊളാരിറ്റികളാണ് ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി, ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി. ആൾട്ടർനേറ്റീവ് കറണ്ടിൽ മാറിക്കൊണ്ടിരിക്കുന്ന പൊളാരിറ്റിയെ പരിഗണിക്കാനാവില്ല. DC സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ ഇലക്ട്രോഡ് നെഗറ്റീവും വർക്ക് പീസ് പോസിറ്റീവും ആണ്. ഈ വെൽഡിംഗ് വേഗത്തിലുള്ള ഇലക്ട്രോഡ് മെൽറ്റിങ്ങിനും ഡിപ്പോസിഷൻ നിരക്കിനും കാരണമാകുന്നു. സാധാരണ DC റിവേഴ്സ് പൊളാരിറ്റിയിൽ ഇലക്ട്രോഡ് പോസിറ്റീവും വർക്ക് പീസ് നെഗറ്റീവും ആണ്. ഈ തരത്തിലുള്ള പൊളാരിറ്റിയിൽ വെൽഡിംഗ് ആഴത്തിൽ പെനിട്രേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. നമുക്കിനി AC വെൽഡിംഗ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. ഒരു AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ ആയ ഇത് ഹൈ വോൾട്ടേജ് ലോ ആംപറേജ് AC സപ്ലൈയെ ലോ വോൾട്ടേജ് ഹൈ ആംപറേജ് AC സപ്ലൈ ആക്കി മാറ്റുന്ന ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയ ഇത് സപ്ലൈ വോൾട്ടേജ്, അതായത് 220 ഓർ 440 വോൾട്ടിനെ 40ക്കും 100നും ഇടയിലുള്ള വോൾട്ടുകൾ വരുന്ന വെൽഡിംഗ് സപ്ലൈ വോൾട്ടേജ്, അതായത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആക്കി മാറ്റുന്നു. ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമർ ലോ ഇൻപുട്ട് കറണ്ടിനെ ഹയർ ഔട്ട്പുട്ട് ആവശ്യമായ കറണ്ട് ആക്കി മാറ്റുന്നു, അതായത് ആംപിയറുകൾ. AC വെൽഡിംഗ് ട്രാൻസ്ഫോമറിന് താഴെ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് ഉള്ളത്: മെയിൻ പവർ സോഴ്സ്, കേബിൾ, വെൽഡിംഗ് മെഷീൻ ഓർ ട്രാൻസ്ഫോമർ, ഇലക്ട്രോഡ് കേബിൾ, എർത്ത് ക്ലാമ്പ്, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്. നമുക്കിനി ഓരോ ഭാഗവും ഓരോന്നായി പഠിക്കാം. ഇലക്ട്രിക്കൽ സോഴ്സിൽ നിന്നും മെയിൻ പവർ സോഴ്സ് വെൽഡിംഗ് മെഷീനിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുന്നു. മെയിൻ പവർ സോഴ്സിൽ നിന്നും വെൽഡിംഗ് ട്രാൻസ്ഫോമറിലേക്ക് കേബിൾ കറണ്ട് കൊണ്ടുപോകുന്നു. ഈ പ്രക്രിയയുടെ പ്രധാന ഭാഗമായ വെൽഡിംഗ് മെഷീൻ അഥവാ ട്രാൻസ്ഫോമർ ഇല്ലാതെ മെഷീൻ വെൽഡിംഗ് പ്രക്രിയ സാധ്യമല്ല. ഇതിൽ ആവശ്യാനുസരണം ഔട്ട്പുട്ട് കറണ്ട് വ്യത്യാസപ്പെടുത്തുന്നതിനുള്ള ഒരു കൺട്രോളർ ഉൾപ്പെടുന്നു. വെൽഡിംഗ് മെഷീനിൽ നിന്നും ഇലക്ട്രോഡ് ഹോൾഡർ അല്ലെങ്കിൽ ബേസ് പ്ലേറ്റിലേക്ക് ഇലക്ട്രോഡ് കേബിൾ കറണ്ട് വഹിക്കുന്നു. വെൽഡിംഗ് മെഷീനിനെ ബേസ് മെറ്റലുമായി ബന്ധിപ്പിക്കാൻ എർത്ത് ക്ലാമ്പ് ഉപയോഗിക്കുന്നു. ഇലക്ട്രോഡ് പിടിക്കുന്നതിനായി ഇലക്ട്രോഡ് ഹോൾഡർ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വെൽഡിംഗ് പ്രക്രിയ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു. മറ്റൊരു തരത്തിൽ ഹോൾഡറിന് ഇലക്ട്രോഡുകളിലേക്ക് ഇലക്ട്രിക് കറണ്ട് കടത്തിവിടുന്ന ഒരു പ്രവർത്തനം കൂടി ഉണ്ട്. വർക്ക് പീസുകളിലൂടെ കറണ്ട് കടത്തിവിട്ട് രണ്ട് വർക്ക് പീസുകളെ യോജിപ്പിക്കുന്നതിനാണ് ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോഡുകളിലുള്ള ഫ്ലക്സ് ഓക്സിഡേഷനിൽ നിന്നും വെൽഡിനെ സംരക്ഷിക്കുന്നു.
ഇനി നമുക്ക് വെൽഡിംഗ് പ്രക്രിയയുടെ സമയത്ത് ഉപയോഗിക്കുന്ന ടൂളുകളും ഗിയറിനെയും കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് ചിപ്പിംഗ് ഹാമറിനെ കുറിച്ച് പഠിക്കാം. ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന വെൽഡ് ബീഡിൽ പൊതിഞ്ഞിട്ടുള്ള സ്ലാഗ് മാറ്റുന്നതിനാണ് ചിപ്പിംഗ് ഹാമർ ഉപയോഗിക്കുന്നത്. മൈൽഡ് സ്റ്റീൽ ഹാൻഡിലോട് കൂടിയ മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഇത് ഉപയോഗിക്കുന്നത് വെൽഡിങ്ങിന് മുമ്പ് റസ്റ്റ്, ഓക്സൈഡ്, മറ്റ് അഴുക്കു തുടങ്ങിയവയിൽ നിന്നും വർക്ക് സർഫേസ് വൃത്തിയാക്കാൻ, സ്ലാഗ് ചിപ്പ് ചെയ്തതിന് ശേഷം വെൽഡ് ഡെപ്പോസിറ്റിൻ്റെ ഇന്നർ ബീഡ് വൃത്തിയാക്കാൻ, വെൽഡ്മെൻറ്റിൻ്റെ പൊതുവായ വൃത്തിയാക്കലിന്. ഹാൻഡിലുള്ള ഒരു തടിക്കഷ്ണത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു കൂട്ടം സ്റ്റീൽ വയറുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചൂടുള്ള വർക്ക് പീസുകൾ പിടിക്കുന്നതിന് ജോബ് യഥാസ്ഥാനത്താക്കുന്നതിനും ഒരു ജോഡി ടോങ്ങുകൾ ഉപയോഗിക്കുന്നു. ആർക്ക് റേഡിയേഷനിൽ നിന്നും മുഖവും കണ്ണുകളും മറയ്ക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ഒരു വെൽഡിംഗ് ഹാൻഡ് സ്ക്രീനും വെൽഡിംഗ് ഹെൽമറ്റും ഉപയോഗിക്കുന്നു. സ്ലാഗ് ചിപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ണുകളെ സംരക്ഷിക്കുന്നതിനായി ചിപ്പിംഗ് കണ്ണടകൾ ഉപയോഗിക്കുന്നു. ശരീരത്തെ സംരക്ഷിക്കുന്നതിനാണ് ഏപ്രൺ ധരിക്കുന്നത്. ലെതർ കൊണ്ടുണ്ടാക്കിയ ഇത് ധരിക്കുന്നത് റേഡിയേഷനും ഹോട്ട് സ്പാറ്ററുകളിൽ നിന്നുമുള്ള രക്ഷയ്ക്കുമാണ്. ഇലക്ട്രിക്കൽ ഷോക്ക്, റേഡിയേഷൻ, ഹോട്ട് സ്പാറ്ററുകളിൽ നിന്ന് കൈകളെ സംരക്ഷിക്കുന്നതിനാണ് ലെതർ ഹാൻഡ് ഗ്ലൗവുകൾ ഉപയോഗിക്കുന്നത്. പുനരാഖ്യാനത്തിന് നമ്മൾ പഠിച്ചത്: ആർക്ക് വെൽഡിൻ്റെ ഭാഗങ്ങൾ പ്രസ്താവിക്കൽ, വെൽഡിംഗ് ട്രാൻസ്ഫോമറുകളുടെ സവിശേഷതകൾ പ്രസ്താവിക്കൽ, വിവിധ വെൽഡിംഗ് ആക്സസറികൾ ലിസ്റ്റ് ചെയ്യൽ. അങ്ങനെ ഇത്രയുമാണ് ആർക്ക് വെൽഡിംഗ്, വെൽഡിംഗ് ട്രാൻസ്ഫോമറും അതിൻ്റെ ആക്സസറികളുടെ ഭാഗങ്ങളെക്കുറിച്ചുമുള്ളത്. എല്ലാ ആശയങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.